ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എനിക്കിന്ന് ആക്ച്വലി കുറച്ച് വയ്യായിരുന്നു, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് എന്തിനെക്കുറിച്ച് സംസാരിക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്ന് ഓക്കെ ആണ്. അപ്പം ഇന്ന് തന്നെ അങ്ങ് കൈയോടെ സംസാരിച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ്. കുറേ പേർക്ക് ഇത് റിലേറ്റബിൾ ആയിരിക്കും. കാര്യം ഓവർ തിങ്കിങ് കൂടെ കടന്നു പോകുന്നവരുണ്ടാവും. അതൊരു ആക്ച്വലി ഒരു ലൂപ്പാണ്. ഓവർ തിങ്കിങ് എന്താണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഓവർ തിങ്കിങ് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ബോഡി നമ്മളെ നമ്മുടെ മൈൻഡ് നമ്മളെ കുറച്ചും കൂടെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ആക്ച്വലി ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പം ഇനി ഞാൻ അവിടെ പോയാൽ അത് അങ്ങനെ സംഭവിക്കുമായിരിക്കുമോ, അല്ലെങ്കിൽ ഒരു ബസ്സിൽ പോകുന്ന വഴിക്ക് വളവേല പോകുമ്പോഴത്തേനും ഇത് പെട്ടെന്ന് കൊക്കയിലേക്ക് മറിഞ്ഞ് വീഴുമായിരിക്കുമോ, ഇത്രയും പേർക്ക് അപകടം പറ്റുമായിരിക്കുമോ, ഒരു സ്കൂട്ടറോ കാറോ ഓടിച്ചുകൊണ്ട് പോകുമ്പം എൻ്റെ വണ്ടിയിൽ നിന്ന് തട്ടുമായിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നു പോകുന്നുണ്ടാവും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെയാണ് ഓവർ തിങ്കിങ് എന്ന് നമ്മൾ പറയുന്നത്. അതിനെ നമുക്ക് പല രീതിയിൽ കൺസിഡർ ചെയ്യാം. അതായത് ചിലർ തമാശയ്ക്ക് പറയും, ചുമ്മാ ഇത്ര ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഭയങ്കര ഓവർ തിങ്കിങ് ആണ് നീ, ഇങ്ങനെ പറയും. പക്ഷെ ചിലർക്ക് അതിൽ നിന്ന് ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാത്തവരും ഉണ്ടാവും. അപ്പം അത് മേ ബി പല റീസൺ കൊണ്ടാവാം. അപ്പം നമുക്കിതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സംസാരിക്കാം. അതായത് എങ്ങനെയാണ് ഈ ഓവർ തിങ്കിങ് നമുക്ക് വരുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഓവർ തിങ്കിങ് സംഭവിക്കുന്നതെന്നുള്ളത്. ഒന്ന്, നമുക്ക് തോറ്റുപോയേക്കാമോ എന്നുള്ള ഭയം. അതായത് ഞാനിത് ചെയ്താൽ ശരിയാകുമോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മീറ്റിങ്ങിൽ നമ്മളെ സംസാരിക്കാൻ വിളിച്ചു. അപ്പം ഓൾറെഡി നാളത്തെ മീറ്റിങ്ങിനാണ് സംസാരിക്കേണ്ടതെന്നിരിക്കട്ടെ, തലേന്ന് രാത്രി തൊട്ടേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അവിടെ കയറുന്ന എനിക്ക് ഈ സെൻറ്റൻസുകൾ പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമോ, അവരൊക്കെ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് തോട്ട് പ്രോസസ്സ് ആ ഒരു തലേ ദിവസം നമ്മളെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും. ഇത് ഈ പറഞ്ഞൊരു ഭയത്തിൻ്റെ പേരിലാണ്. അതായത് ഞാൻ ചെയ്താൽ ശരിയാവുമോ, ആ ഒരു തോൽവി അല്ലെങ്കിൽ തോറ്റു പോകുമോ എന്നൊരു ഭയം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഇപ്പം ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എന്താ കഴിക്കണ്ടേ, അല്ലെ രാവിലെ സ്കൂളിൽ പോകണ്ട, ഇപ്പം ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഏത് ഡ്രസ്സാണ് ഞാൻ ഇടുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് വരുന്നൊരു സ്റ്റേജ്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ ഓവർ തിങ്കിങ്ങിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മുടെ ബ്രെയിൻ തന്നെ കൺട്രോളിങ്ങിലാണ്, അല്ലെ നമ്മൾ ഓക്കെയാണ്, നമ്മുടെ ചിന്തകളെ കൺട്രോൾഡ് ആണെന്ന് അങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഓവർ തിങ്കിങ് വരാറുണ്ട്. പിന്നെ നമ്മൾക്ക് കംഫർട്ടല്ല, നമ്മൾ സേഫ് അല്ല എന്നൊക്കെ ഒരു തോന്നൽ നമുക്കുള്ളിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓവർ തിങ്കിങ്ങിൻ്റെ റീസണാണ്. ഈ സത്യം പറഞ്ഞ ഓവർ തിങ്കിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സേഫ്റ്റി അല്ലെ കുറച്ചും കൂടെ നമ്മുടെ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓവർ തിങ്കിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ വന്നേക്കുന്നത്. അല്ലെ അങ്ങനെ ഓവർ തിങ്കിങ് ഉള്ളത് ആ ഒരു കാരണത്താലാണ്. ഇനി ഇത് നമുക്കുണ്ടോയെന്നൊന്ന് നോക്കണ്ടേ. ഇത് ഈ പറഞ്ഞ റീസൺസ് ഒക്കെ ആവാം ഇതിനുള്ള കാരണങ്ങൾ. ഇനി ഇത് നമുക്കുണ്ടോയെന്ന് എങ്ങനെ അറിയാം? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് പ്രസൻറ്റിൽ ഇരിക്കാൻ പറ്റാണ്ട് വരാം. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടാവും, പക്ഷേ മനസ്സ് വേറെ എവിടെയോ എന്ന് പറയില്ലേ, അതേപോലെ തന്നെ നമ്മൾ സ്പോട്ടിലുണ്ട്, പക്ഷേ വേറെ എന്തൊക്കെയൊക്കെയോ നമ്മുടെ മനസ്സിൽ കൂടെ ചിന്തിച്ച് പോവുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വർക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കോൾ വരികയാണ്. ആൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മുടെ അടുത്ത് സംസാരിച്ചു. പിന്നെ നമ്മുടെ തോട്ട് പ്രോസസ്സ് അതായി, വർക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് സംസാരിച്ചത്. പിന്നെ അതിരുന്ന് ചിന്തിച്ച് അത് എങ്ങനെ വന്നതാ, എന്തുകൊണ്ട് വന്നതാ, ഇങ്ങനെ കാട് കയറി പോകുന്നൊരു രീതി. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്താണെന്ന്, എക്സാക്ട് പാറ്റേൺ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് ഈ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് കിട്ടാണ്ട് വരിക, അത് ചിന്തകൾ ഇങ്ങനെ അമിതമായിട്ട് വന്നിട്ട് നമുക്ക് പ്രോപ്പർ ഒരു സ്ലീപ്പ് കിട്ടാണ്ട് വരിക, ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ
പറയുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. അതിന് ഈ പറഞ്ഞ പോലെ പാറ്റേൺ എന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാരണങ്ങളാണ് അതിനുള്ളത്, ഇതൊക്കെ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളിപ്പം പ്രസൻറ്റിലല്ല നിൽക്കുന്നത്. ഇപ്പം പറഞ്ഞ അതേ ഉദാഹരണം, നമ്മളിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു കോള് വന്ന് നമുക്ക് ചിന്തയിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ആ ചിന്തയോട് നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി, എനിക്കിപ്പം ഈ ഒരു വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഒഴിവ് സമയത്ത് ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് തന്നെ കൊടുക്കുന്നൊരു എന്താ പറയുക ഷ്യൂറിറ്റിയാണ്. ഞാൻ ആ കാര്യത്തെ അഡ്രസ്സ് ചെയ്തോളാം, ഇപ്പോൾ അതിനുള്ള സമയമല്ല അന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ തന്നെ എന്താ പറയുക ഒന്ന് കൺസോൾ ചെയ്യിക്കുക. ഇപ്പം ഇത് ചെയ്യ്, അത് നമുക്ക് പിന്നെ നോക്കാം, ആ ഒരു രീതിയിൽ. അതേപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ പ്രസൻറ്റിൽ ഇരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മൈൻഡ് കൺട്രോളിലല്ല, കൈവിട്ട് പോകുന്നു എന്നൊക്കെ തോന്നിയാൽ ജസ്റ്റ് ചുറ്റുമുള്ളതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ചെറുതായിട്ട് ഇപ്പോൾ ഫാനിൻ്റെ സൗണ്ട്, വഴിയിലൊക്കെ റോഡിൽ പോകുന്ന സമയത്താണെങ്കിൽ വണ്ടികൾ, കിളികൾ, ഇങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ, അല്ലെ നടക്കുന്ന ആൾക്കാർ, അവരുടെ ഡ്രസ്സിങ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ നോക്കുക. അതും ഈ പറഞ്ഞ തോട്ട്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇങ്ങനെ ഓവർ തിങ്കിങ് വരുമ്പോഴത്തേനും നമുക്ക് നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം, എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വന്നത്? പണ്ടെപ്പോഴോ നടന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അതിൽ? എന്തിനിപ്പോൾ അത് ചിന്തിക്കുന്നത്? അതിൻ്റെ ആവശ്യം അത് കഴിഞ്ഞു പോയില്ലേ, പാസ്റ്റ് അല്ലേ, പിന്നെ എന്തിനാ ഞാനതിപ്പോൾ ചിന്തിച്ചേ? ഇങ്ങനത്തെ കാര്യങ്ങൾ തോന്നി നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ഒരു മെത്തേഡും ഈ പറഞ്ഞ പോലെ ഈ ലൂപ്പിൽ നിന്ന് നമുക്ക് കടക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ്. പിന്നെ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്കിത് ഓവർകം ചെയ്യാൻ പറ്റും, എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ, ഞാൻ നോക്കിക്കോളാം, എനിക്കതിനുള്ള കാപ്പബിലിറ്റി ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്. സോ അതും കൂടെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഓവർ തിങ്കിങ് എന്നുള്ള കാര്യത്തെ നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റും. ഇനി എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ ആവണമെന്നില്ല. ചിലർക്ക് ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോ ഒരു മെൻറ്ററോ അങ്ങനെയൊക്കെ ഉള്ള നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല എന്ന് ഉറപ്പുള്ള ഒരാളുടെ അടുത്തോ നമുക്ക് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഹെൽപ്പ് നേടാൻ പറ്റുന്നതാണ്. അതേപോലെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഞാൻ ഓവർ തിങ്കിങ് ഉള്ള ഒരാളായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മുടെ അപ്പോഴത്തെ സന്തോഷമാണെന്ന് നശിപ്പിക്കുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവും. ഓരോ കാര്യങ്ങളും എന്താണ്, ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോണേ, അയ്യോ ഞാൻ അവിടെ പോയി, അവിടെ എന്താ ഇനി എന്ത് പറ്റും, ഒരു ട്രിപ്പ് പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ മഴ വരുമോ, മഴ വന്നു കഴിഞ്ഞാൽ എൻ്റെ ട്രിപ്പ് കുളമാകത്തില്ലേ, ഈ രീതിയിലുള്ള ചിന്തകൾ അതൊക്കെ ഒഴിവാക്കി പ്രസൻറ്റ്, ലീവ് ദ മൂമെൻറ്റ്, അതായിട്ട് തന്നെ നിൽക്കുക. നമ്മുടെ ഈ ചിന്തകളെയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടുക. ഈ പറഞ്ഞ ഓവർകം ചെയ്യാനുള്ള ടെക്നിക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.